സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞത് ടാഗ് എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതിന് ഭാഗമാണ്. നിങ്ങളൊരു ഡോക്ടറാണെന്ന് പറയുമ്പോൾ ഞാനൊരു ഡോക്ടറാണ്, അങ്ങനെയാണോ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ, ഞാൻ ഡോക്ടറല്ല, അങ്ങനെയാണോ, ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആവുകയും സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആവുകയും ചെയ്യുന്നു. ആമിൻറ്റൈ എന്നുള്ളൊരു പ്രയോഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ഇത് ചേർത്താൽ, അതായത് അതിൻ്റെ നെഗറ്റീവ് ഫോം ചേർത്ത് കഴിഞ്ഞാൽ ടാഗ് വളരെ ഈസി ആയി തരും. മറ്റുള്ള ഗ്രാമറിന് വ്യത്യസ്തമായിട്ട് ടാഗ് വളരെ എളുപ്പമാണ് എന്നർത്ഥം. പക്ഷേ നമ്മൾ സെൻറ്റൻസുകൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് കണ്ടുപിടിക്കാൻ ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ മാത്രമേ ഉള്ളൂ. ഉദാഹരണമായിട്ട് he never goes there. He never goes there. ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കാൻ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ നോട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ് എന്ന് കരുതും. പക്ഷേ ആക്ച്വലി ദിസ് സെൻറ്റൻസ് ഹാസ് നെഗറ്റീവ് വേർഡ്. നെവർ എന്നുള്ള ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ട്. അതുകൊണ്ട് ഈ സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പം ടാഗ് പോസിറ്റീവ്. ഹി നെവർ ഗോസ് ദർ. ഡസ് ഹി എന്നാണ് വരും. ഹി ഗോസ് ദർ എന്നാണെങ്കിൽ ഡസിൻ്റ് ഹി എന്ന് വരുന്നു. അടുത്ത് നത്തിങ്. ഇത് നെഗറ്റീവാണ്. ഈ നത്തിങ് വരുന്നൊരു സെൻറ്റൻസ് നെഗറ്റീവായിട്ട് ഉപയോഗിക്കണം. ദർ ഈസ് നത്തിങ് ഇൻ മൈ പോക്കറ്റ്. ദർ ഈസ് നത്തിങ് in my pocket. Is there? ചോദ്യമാണ്. Is there? Yes. അപ്പോൾ ഇത് സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവായി മാറുന്നു. മറ്റൊന്ന്, there are few people. There are few people. Few എന്നുള്ളത് നെഗറ്റീവാണ്. അതുകൊണ്ട് ടാഗ് പോസിറ്റീവായിരിക്കും. Are there? A few എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്. സെൻറ്റൻസ് ടാഗ് നെഗറ്റീവ് ആവും. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് വെച്ച് ഉപയോഗിച്ച് പറയുകയാണ്. ഇനിയും ഉദാഹരണങ്ങൾ. ഉദാഹരണമായിട്ട് മറ്റൊന്ന് പറയുമ്പോൾ ഐ ഹാവ് എ ഹൗസ്. ഐ ഹാവ് എ ഹൗസ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് സ്വാഭാവികമായി നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഹാവ് എന്നാണ് നമ്മൾ ഓക്സിലറി വെർബ് ഹാവ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ബട്ട് ആക്ച്വലി ഐ ഹാവ് എ ഹൗസ് എന്ന് പറഞ്ഞാൽ ഐ ഡു ഹാവ് എ ഹൗസ് എന്നാണ്. അതിനർത്ഥം ഹാവ് എന്നുള്ളത് ഒരു ഫുൾ വെർബ്, ഡു എന്നുള്ളത് ഹെൽപ്പിംഗ് വേർബുമാണ്. അപ്പം ഐ ഹാവ് എ ഹൗസ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഒരിക്കലും ഹാവിൻ്റ് ഐ എന്നല്ല, മറിച്ച് ഡോണ്ട് ഐ എന്നാണ്. ഡോണ്ട് ഐ. ഡോണ്ട് ഐ. ഓക്കെ. ഐ ഡോണ്ട് ഹാവ് എ ഹൗസ്. ഹൗസ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം. ഡു ഐ? ഹാവ് ഐ എന്നതിന് പകരം ഡു ഐ എന്നാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. യു ഹാവ് റീച്ച്ഡ് ദർ. ഇവിടെ ഹാവ് ഓക്സിലറി വെർബ്, അതാ ഹെൽപ്പിംഗ് വെർബ് ആണ്. അതുകൊണ്ട് തന്നെ ഹാവിൻറ്റ് യു എന്നാണ് പറയാം. ഹാവിൻറ്റ് യു. പക്ഷേ you have a brother. You have a brother. Haven't you എന്ന് വരില്ല. don't you എന്നാണ്. ഈ അർത്ഥവ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കുറച്ചും കൂടി ടാഗിൻ്റെ ഉയർന്ന തലമാണ്. അടുത്തായിട്ട്
She has a friend. She has a friend. She has എന്ന് പറയുമ്പോൾ hasn't she എന്നല്ല നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കേണ്ടത്. She has a friend. Doesn't she? Doesn't she എന്നാണ് ഉപയോഗിക്കുക. Doesn't she? Okay. She does not have a friend. Does she? ചോദ്യമാണ്. She does not have a friend. Does she? Yes. He has a car. Doesn't he? അതാണ് ഉത്തരം. He has a car. ഇവിടെ ഹാസ് എന്ന് പറയുന്നത് ഡസ് എന്നുള്ള ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുന്നത്. ഓക്സിലറി വെർബ് ഡസ് ആണ്. അതേസമയത്ത് ഹാസ് എന്നുള്ളത് ഫുൾ വെർബുമാണ്. ഫുൾ വെർബ് മീൻസ് പൊസസീവ് വെർബാണ് ഉദ്ദേശിക്കുന്നത്. He has a friend. Doesn't she? She doesn't have a friend. Does she? He has a car. Doesn't he? He does not have a car. Doesn't have a car. Does he? ഇതാണ്. ഇത്തരം കാര്യങ്ങൾ പറയാൻ നമ്മൾ ഇത് ഉപയോഗിക്കണം. മറ്റൊന്ന്, we have an elephant. Don't we? ചോദ്യം, we have an elephant. Don't we? We don't have an elephant. Do we? We have an elephant. Don't we? We don't have an elephant. Do we? എന്നാണോ? They have car. Don't they? Don't they? They don't have an car. They don't have a car. Do they? ചോദ്യമാണ്. We have an elephant. Don't we? We don't have an elephant. Do we? They have car. Don't they? They don't have a car. Do they? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അടുത്തത്, she had, നേരത്തെ പഠിച്ച മാതിരി she had taken my umbrella. Okay. Hadn't she? അതാണ് കറക്റ്റ്. Hadn't she? Okay. മറ്റ്, she had a brother. She had a brother. ഈ ഹാഡും ഈ സെൻറ്റൻസിലെ ഹാഡും തമ്മിൽ ഒരുപാട് വ്യത്യാസം. ഇത് ഓക്സിലറി വെർബാണ്, മീൻസ് ഹെൽപ്പിംഗ് വെർബാണ്. ടേക്കൺ എന്നുള്ള വെർബിനെ സഹായിക്കുന്നതാണ്. ഷി ഹാഡ് എ ബ്രദർ എന്ന് പറയുമ്പോൾ ഹാഡ് എന്നുള്ളത് ഫുൾ വെർബും ഫുൾ വെർബാണ്. ഇവിടെ ഓക്സിലറി വെർബ് ഡിഡ് ആണ്. ഷി ഹാഡ് എ ബ്രദർ. ഡിഡിൻ ഷി എന്നാണ്. ഡിഡിൻ ഷി ചോദ്യമാണ്. ഡിഡിൻ ഷി? ഓക്കെ. അപ്പോൾ ഇവിടെ ഹാഡ് ആണെങ്കിലും നമ്മളിവിടെ ഫുൾ വെർബ് ആയതുകൊണ്ട് ഇവിടെ ഫുൾ വെർബ് ആയതുകൊണ്ട് ഇവിടെ ഓക്സിലറി വെർബാണ്. അതുകൊണ്ട് എവിടെയാണോ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, എന്താണോ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എഴുതേണ്ടത്. ഹാഡ് എന്ന് പറയുമ്പോൾ ഹാഡിൻറ്റ്, ഹാവ് എന്നാണെങ്കിൽ ഹാവിൻറ്റ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ.
A few people come here. A few people എന്നുള്ളത് a few എന്നുള്ളത് കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. A few people come. ഉദാഹരണം don't they. Okay. Few people come. People come. ഈ സെൻറ്റൻസ് നെഗറ്റീവാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ടാഗ് പോസിറ്റീവായിരിക്കും. ഈ സെൻറ്റൻസ് നെഗറ്റീവാണ്, അതിൻ്റെ ടാഗ് പോസിറ്റീവാണ്. ഡു ദേ ചോദ്യമാണ്. ഡു ദേ. സോ അപ്പം എ ലിറ്റിൽ വാട്ടർ ഈസ് ദ. എ ലിറ്റിൽ എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവാണ്. ലിറ്റിൽ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവാണ്. ഇവിടെ ഇത് പോസിറ്റീവാണ്. അപ്പം എ ലിറ്റിൽ എന്ന് വരുന്ന സെൻറ്റൻസ് നമ്മളെപ്പോഴും പോസിറ്റീവായ സെൻറ്റൻസായി കണക്കാക്കുകയും അതിൻ്റെ ടാഗ് നെഗറ്റീവ് ആവുകയും ചെയ്യുന്നു. ലിറ്റിൽ എന്നുള്ളതിൻ്റെ സെൻറ്റൻസ് അത് നെഗറ്റീവാണ്, അത് ടാഗ് പോസിറ്റീവ് ആവുകയും ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നത്തിങ്, നൺ, നോ വൺ, നൺ, നത്തിങ്, നെവർ. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്, നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. നെഗറ്റീവ് സെൻറ്റൻസുകളെ സൂചിപ്പിക്കുന്ന നെഗറ്റീവ് അർത്ഥങ്ങളായി വരുന്ന സെൻറ്റൻസുകളായി വരും. അപ്പം നൺ, നത്തിങ്, നെവർ, ഫ്യൂ, ലിറ്റിൽ, ഇതൊക്കെ നെഗറ്റീവ് അർത്ഥങ്ങളായി വരുന്നു. അപ്പോൾ ഈ വാക്കുകളൊക്കെ വരുന്ന സെൻറ്റൻസുകൾ എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് കണക്കാക്കുകയും അതിൻ്റെ ടാഗ് പോസിറ്റീവായിരിക്കുകയും ചെയ്യണം. ഓക്കെ.